ആവിർഭവിച്ചു. ഇപ്പോൾ മലങ്കര വിഷൻ കഴിഞ്ഞ വർഷം തുടങ്ങി. വളരെ സന്തോഷം തോന്നിയത് കഴിഞ്ഞ വർഷത്തെ അഖില മലങ്കര കൺവെൻഷൻ എനിക്ക് കാനഡയിൽ ഇരുന്നുകൊണ്ട് കാണുവാനും ശ്രമിക്കുവാനും അതുപോലെ അനേക ആളുകൾക്ക് റേഡിയോ മലങ്കരയിലൂടെയും ഒക്കെയും സാധിച്ചു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നേ ദിവസം വിളിക്കുന്ന എന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആണല്ലോ ഇന്ന് ഈ കാര്യങ്ങളൊക്കെയും സംസാരിക്കാൻ ഇടവരുന്നത്. ശ്രേഷ്ഠ ബാവ തിരുമനസിന്റെ അനുഗ്രഹീത സാന്നിധ്യം ഈ ദിവസം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഏറെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഞാൻ സാധാരണ ജന്മദിനങ്ങൾ എന്റെ ആഘോഷിക്കാറില്ല എങ്കിൽ തന്നെയും എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ശ്രേഷ്ഠ ബാവ തിരുമനസ് അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ, എന്റെ ഇടവ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് എന്റെ മാതാവ് എന്നെയും കൊണ്ട് പോകാറുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ കൂടെ എന്റെയും ജന്മദിനം ആഘോഷിക്കുക എന്നല്ലാതെ എന്റേത് മാത്രമായിട്ട് ആഘോഷിക്കാൻ സാധാരണ ഇടാവരാറില്ല. 2004 ഞാൻ മെത്രാപ്പോലീത്ത ആയ വർഷം ആ ജൂലൈ 22 തീയതിയും ഇതുപോലെ പുത്തുമരിച്ച പാത്രിക സെന്ററിൽ വെച്ച് ശ്രേഷ്ഠ ബാവ തിരുമനസിന്റെയും എന്റെയും കൂടെ സംയുക്തമായ ജന്മദിനം ആഘോഷിക്കുവാൻ ഇടവന്നു. അതിനുശേഷം ഇന്നാണ് ഈ 2009 ഇവിടെ വെച്ച് അതൊരു അവസരം ദൈവം നൽകിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നതാണെങ്കിൽ തന്നെയും ഇവിടെ എത്തിച്ചേരുവാനും മലങ്കര ആർച്ച് ഡയസിന്റെ ഫാമിലി കോൺഫറൻസിലും അത് തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെയും സംബന്ധിക്കുവാനും ഈ അനുഗ്രഹീതമായ ശ്രേഷ്ഠ ബാവ തിരുമനസിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേരുവാനും ഇടവരുത്തിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. മലങ്കരയിലായിരുന്നുവെങ്കിൽ വലിയ ഒരു ആഘോഷമായി തന്നെ നടത്തേണ്ടിയിരുന്നതായ ഒരു ജന്മദിനമാണ്. ഇവിടെ എളിയ തോതിൽ അമേരിക്കയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇടദിവസം വരുന്നതുകൊണ്ട് ഉള്ളതായ പ്രത്യേക സാഹചര്യത്തിൽ വളരെ ലളിതമായിട്ട് ശ്രേഷ്ഠ ബാവ തിരുമനസുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് ചെറിയ ആഘോഷ പരിപാടികളൊക്കെ നടത്തി വളരെ ചെറിയ തോതിൽ നടത്തുവാനായിട്ടാണ് സാധിച്ചുള്ളൂ. എങ്കിൽ തന്നെയും നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠ ബാവ തിരുമനസിന്റെ പ്രത്യേക ആയുരാരോഗ്യത്തിനു വേണ്ടി സ്തോത്ര ബലിയായിട്ട് പുത്തുകുരിശ് മോർ അത്താനാസിസ് കത്തീഡ്രലിൽ സുനോ സെക്രട്ടറി മോർ അഭിനന്ദനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയും കോതമംഗലത്ത് അഭിനന്ദനായ മോർ സേവ്യറിയോസ് തിരുമേനിയും വിശുദ്ധ ബലി അർപ്പിക്കുന്നു എന്ന് ആണ് ശ്രേഷ്ഠ ബാവ തിരുമനസ് കൊണ്ട് കൽപ്പിച്ചത്. അതുകൊണ്ട് മലങ്കരയിൽ അത് വലിയ ആഘോഷമായിട്ട് നടക്കുന്ന അവസരത്തിൽ ശ്രേഷ്ഠ ബാവ തിരുമനസിന്റെ സാന്നിധ്യം ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് വളരെ അനുഗ്രഹീതകരമായിട്ട് കരുതുകയും അദ്ദേഹത്തിന് ഈ 81 വയസ്സിലേക്ക് പ്രവേശിക്കുന്നതായ ദിവസത്തിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആയുരാരോഗ്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മലങ്കര ആർച്ച് ഡയസിന്റെ പേരിലുള്ളതായ എല്ലാ പിറന്നാൾ ജന്മദിനാഘോഷങ്ങളും ആശംസകളും അദ്ദേഹത്തിന് അർപ്പിക്കുകയും ചെയ്യുന്നു. തിരുമനസിന് ഇന്ന് 39 വയസ്സായി. ഇത്രയും ചെറുപ്പത്തില് മഹാപുരോഹിതനായിട്ട് വന്ന് ഒരു വലിയ ഭദ്രാസനത്തെ ഭരിക്കാൻ തക്കവണ്ണം ദൈവം നടത്തിയ ആ ഒരു വഴികളെ പറ്റി തിരുമേനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പിന്നിട്ട വഴികളിലേക്ക് നോക്കുമ്പോൾ ദൈവം നടത്തി എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഒരു വാക്യത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെയും വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുവാനായിട്ട് ശ്രേഷ്ഠ ബാവ തിരുമനസ് അന്ന് തോമസ് മാർ ദിവനേസസ് മെത്രാപ്പൊലീത്തയായ സമയത്ത് അനുഗ്രഹിച്ച് വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കായിട്ട് പ്രവേശിച്ചു. എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണത്. അതേ തുടർന്ന് എന്റെ ജന്മസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നതായ പുണ്യശ്ലോകനായ കാലഞ്ചിത മോർ അത്താനാസിസ് കടവിൽ തിരുമേനി, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ ഒരു വിളിയും പ്രത്യേകമായ തെരഞ്ഞെടുപ്പുമാണ് ഈ കാര്യങ്ങളൊക്കെയും എത്തിക്കുവാനായിട്ട് ഒരു തുടക്കം കുറിക്കുവാനിടയായത്. ആ പുണ്യശ്ലോകനായ തിരുമേനിയുടെ സന്നിധിയിൽ പോയി സുറിയാനി പഠിക്കുവാനും അതുപോലെ ശുശ്രൂഷാദി കാര്യങ്ങളൊക്കെയും പഠിക്കുവാനും സഭയുടെ പാരമ്പര്യവും വിശ്വാസമൊക്കെയും അദ്ദേഹത്തിൽ പഠിക്കുവാൻ വളരെ ചെറിയ വയസ്സിൽ തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. 11-12 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് ഇരിക്കുവാനുള്ളതായ അവസരം ലഭിച്ചു. അദ്ദേഹത്തോട് കൂടെ 2 വർഷത്തോളം താമസിക്കുവാനും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുവാനും ഒക്കെ അനുഭവങ്ങൾ ലഭിച്ചു. അത് തന്നെയാണ് ദയറ
കാരണമാകുവാനുള്ളതായ പ്രചോദനവും എന്നിൽ ഉളവാകുവാനിടയായത്. തിരുമേനിയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു, അല്ലെങ്കിൽ വിശുദ്ധ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഷമ്മാശ് പട്ടം മുതൽ അച്ഛനായ പട്ടക്കാരന്റെ പട്ടത്തും പിന്നെ എറമ്പാച്ചിന്റെ പട്ടത്തും വീണ്ടും ഒരു മിത്രാപോലിതയുടെ പട്ടത്വവും ഒരേ കൈകളാൽ തന്നെ കിട്ടിയ ഒരു മിത്രാപോലിത്ത പാത്രക്കീസ് ഭാഗത്ത് ഒരേ ആ പട്ടങ്ങളെല്ലാം പാത്രക്കീസ് ഭാഗം നൽകുമെന്ന് തോന്നുന്നു. തിരുമേനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഒരു പ്രത്യേക അനുഗ്രഹമായിട്ടാണല്ലോ എല്ലാവരും കരുതുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ പരിശുദ്ധ ബാവ തിരുമനസിലെ പ്രത്യേക കരങ്ങൾ, പ്രത്യേക അനുഗ്രഹം അങ്ങയുടെ കൂടെ ഉണ്ടെന്നുള്ളതിനുള്ള ഒരു നാന്ദിയാണല്ലോ അത്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഇത് ദൈവം നടത്തിയ വഴികളായിട്ടാണ് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ 9 വയസ്സുള്ളപ്പോൾ സുറിയനെ പഠിക്കാൻ തുടങ്ങിയതാണ്. 10-11 വയസ്സായപ്പോൾ സുറിയൻ എഴുതുവാനായിട്ട് പഠിച്ചു. അപ്പോൾ അന്ന് തന്നെ കടൽ തിരുമേനി എന്നോട് പറഞ്ഞിരുന്നു സുറിയാനിയിൽ ഒപ്പിട്ട് പഠിക്കുവാനായിട്ട്. അതിന്റെ കൂടെ ഒരു കമന്റ് പാസ്സാക്കി ഭാവിയിൽ മെത്രാപ്പൊലീത്ത ആകുകയാണെങ്കിൽ അത് ഒപ്പ് മാറ്റേണ്ടി വരില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇട്ടതായ സുറിയാനി ഒപ്പാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. മറ്റാരുടെയെങ്കിലും SSLC ബുക്കിൽ അങ്ങനെ സുറിയാനി ഒപ്പുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. 12-ാം വയസ്സിൽ ഞാൻ ഷമ്മാശ് പട്ടം ഏൽക്കുമ്പോൾ ഇടവത്രാപ്പൊലീത്തായിരുന്ന അഭിനന്ദന കടൽ തിരുമേനിയിലേക്ക് കൽപ്പന വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാവ തിരുമേനി എഴുതി ഷീമ രാജ്യത്തുള്ള നിലവിലുള്ളതുപോലെ ആ രീതിയിൽ പട്ടം കൊടുത്താൽ മതിയെന്ന്. അത് അച്ചട്ടായിട്ട് പിന്നീടുള്ള പട്ടങ്ങളെല്ലാം ഷീമ രീതിയിലായി പോയി. മലങ്കരയിൽ നിന്ന് ഷർവോയോ റമ്പാച്ചനായ വളരെ ചുരുക്കം പേരിലുള്ള ഒരാളാണ് ഞാൻ. വളരെ ചുരുങ്ങിയ പ്രായത്തിൽ തന്നെ 27 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റമ്പാനായി. എനിക്ക് അതിൽ താഴെ റമ്പാച്ചനായിട്ടുള്ള എനിക്ക് തോന്നുന്നത് മലങ്കരയിൽ നിന്ന് പരമല തിരുമേനി മാത്രമേ ഉള്ളൂ, പരിശുദ്ധനായ പരമല തിരുമേനി മാത്രമേ ഉള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനായിട്ട് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്, വിളിയാണെന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷേ എന്റെ ഗുരുവായ അഭിനന്ദന കടൽ തിരുമേനിയുടെ വലിയ പ്രാർത്ഥനയും വലിയ ഒരു കണ്ടെത്തലും അതിന് പിന്നിൽ ഉണ്ടായി കാണും എന്ന് ഞാൻ ശരിയായിട്ട് വിശ്വസിക്കുകയാണ്. ശ്രേഷ്ഠ ബാവ തിരുമനസിന്റെ അനുഗ്രഹീതമായ എല്ലാ പിന്താങ്ങലും അതിനകത്തുണ്ടായിരുന്നു. വർഷങ്ങളോളം പരിശുദ്ധ പാത്രീസ് ബാവയുടെ സന്നിധിയിൽ ശുശ്രൂഷിക്കുവാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹത്തിൽ നിന്ന് തന്നെ പ്രത്യേക വാത്സല്യം നേടുവാനും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ പട്ടങ്ങളും 5-ാം പട്ടം മുതൽ യോഫിദക്കനോ ശംശോനോ പിന്നെ കുഹനൂസോ ദൈറോയോ മെത്രോപൊലിത്തോസോ എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഏൽക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. അതും മലങ്കരയിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അമേരിക്കയിലെ മലങ്കര മെത്രാസത്തിന്റെ കാര്യം പറയുമ്പോൾ തിരുമേനി 2004 ജനുവരി 4-ാം തീയതി മെത്രാപ്പൊലീത്തയായിട്ട് ഈ ദേശത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ തക്കവണ്ണം യാതൊന്നും ഇല്ലാതിരുന്നു. തന്നെയുമല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്നതൊക്കെയും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നല്ലോ ഈ മെത്രാസനം. അവിടെ നിന്ന് ഈ സഭയെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം അങ്ങേക്ക് കിട്ടിയ പ്രചോദനം എന്തായിരുന്നുള്ളതിനെ കുറിച്ച് സഭ മക്കൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അത് ഒന്ന് കേട്ടാൽ. ഞാൻ 2000 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ വരുന്നത്. റമ്പാച്ചനായിട്ട് അന്ന് ന്യൂയോർക്കിലെ ഓർത്തഡോക്സ് സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് മാസ്റ്റേഴ്സ് എടുക്കുവാനായിട്ടാണ് വന്നത്. പരിശുദ്ധ പാത്രീസ് സഭയുടെ പ്രത്യേക കൽപ്പനയും അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരവും. അന്ന് വരുമ്പോൾ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ ഭദ്രാസനത്തിൽ ഉണ്ടായിരുന്നത്. അന്നത്തെ മെത്രാപ്പൊലീത്തയുടെ കൂടെ ഞാൻ പല ഭാഗത്ത് പോവുകയുണ്ടായി. എന്നാൽ പരിശുദ്ധ സിംഹാസനത്തിനെതിരായിട്ടുള്ളതായ അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും പല പ്രവർത്തനങ്ങളും നമ്മുടെ ആളുകൾക്ക് അത് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. അതിന്റെ വളരെ ദൌർഭാഗ്യകരമായ സംഭവവികാസങ്ങൾ അതിനുശേഷം ഉണ്ടായി. അദ്ദേഹം സഭയിൽ നിന്ന് പുറത്തുപോയി. അതിനുശേഷം അഭിനന്ദന മോർ യുവാനിയോസ് തിരുമേനി താൽക്കാലികമായിട്ട് ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം 2 വർഷത്തോളം